ഹായ് നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 25ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെല്ലിന്റെ ശാസ്ത്രീയ നാമം. ആൻസർ അവസാനത്തെ പേജിലാണ്. ഉത്തരങ്ങൾ അവസാനത്തെ പേജിലാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയുമോ എന്ന് നോക്കുക. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഏത്? ആൻസർ ഒറൈസ സട്ടൈവ. ഒറൈസ സട്ടൈവ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടനാട്ടിലെ നിലങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുട്ടനാട്ടിലെ നിലങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ കായൽ നിലങ്ങൾ. കായൽ നിലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? ആൻസർ അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റ വക്കോൽ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒറ്റ വക്കോൽ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മസനോബു ഫുക്കുവോക്ക. മസനോബു ഫുക്കുവോക്ക. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്ര? ആൻസർ 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 340 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏത്? വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏത്? ആൻസർ ഡിൻഡൽ പ്രഭാവം. ഡിൻഡൽ പ്രഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം. ആൻസർ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ആൻസർ ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. ആൻസർ 1911. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആര്? ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആര്? ആൻസർ ഡേവിഡ് വാറൻ. ഡേവിഡ് വാറൻ. അടുത്ത ക്വസ്റ്റ്യൻ, എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളം. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളം. ആൻസർ കൊച്ചി വിമാനത്താവളം. കൊച്ചി വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ, വോൾവോ ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ്?
വോൾവോ ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ്? ആൻസർ സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യഗോകുലം രചിച്ചത്? ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യഗോകുലം രചിച്ചത്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യഗോകുലം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി രചിച്ചത്? ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, നൈൽ ഏത് വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്? നൈൽ ഏത് വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്? ആൻസർ ആഫ്രിക്ക. ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. അടുത്ത ക്വസ്റ്റ്യൻ, വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് ആര്? വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് ആര്? ആൻസർ ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നു? കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ആൻസർ പാകിസ്ഥാൻ. പാകിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നാമകരണം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നാമകരണം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠർ. അടുത്ത ക്വസ്റ്റ്യൻ, ജാതിക്കുമ്മി രചിച്ചത് ആര്? ജാതിക്കുമ്മി രചിച്ചത് ആര്? ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറപ്പെടുവിക്കപ്പെട്ട ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി? ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറപ്പെടുവിക്കപ്പെട്ട ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ. ഉത്തരങ്ങൾ: 1 ഒറൈസ സട്ടേവ, 2 കായൽ നിലങ്ങൾ, 3 അമോണിയം കാർബണേറ്റ്, 4 മസനോവു ഫുക്കുവോക്ക, 5 340 മീറ്റർ പെർ സെക്കൻഡ്, 6 ഡിൻഡൽ പ്രഭാവം, 7 ഇന്തോനേഷ്യ, 8 ഹെർപ്പറ്റോളജി, 9 1911, 10 ഡേവിഡ് വാറൻ, 11 കൊച്ചി, 12 സ്വീഡൻ, 13 ടാഗോർ, 14 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 15 ആഫ്രിക്ക, 16 ആർ ബാലകൃഷ്ണപിള്ള, 17 പാകിസ്ഥാൻ, 18 അയ്യ വൈകുണ്ഠർ, 19 പണ്ഡിറ്റ് കറുപ്പൻ, 20 ബാലഗംഗാധര തിലകൻ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.